തൂക്കി ചുവന്ന ജേഴ്സിയോടെ തൂക്കി ചുവന്ന ജേഴ്സിയോടെ തൂക്കി സ്ലോട്ടിന് തൂക്കി അവിടെ ഇവിടെയും പോയി തൂക്കി ആൻഫീൽഡിലും പോയി തൂക്കി ഓൾഡ് ട്രാഫോർഡിൽ വന്നും തൂക്കി തൂക്കി തൂക്കി. വെൽക്കം ബാക്ക് ഗൈസ്. അതിൽ മെയിൻ ആദ്യമേ പറഞ്ഞു തുടങ്ങട്ടെ, അമോറിം എന്ന് പറയുന്നൊരു ബിഗസ്റ്റ് സ്കാമായിരുന്നു എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി ഉള്ളൊരു പ്രകടനം തന്നെയാണ് മെയിൻ കാണിച്ചത്. യൂഷ്വലി ഈ കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവന്മാർക്കൊക്കെ ഒരു ഫീഡ് ഓഫ് സംഭവിക്കാറുണ്ട്. കോൺട്രാക്ട് സൈൻ ചെയ്ത ഉടനെ ഉള്ള കളിയിൽ തന്നെ മെയിനും മാൻ ഓഫ് ദി മാച്ച്, സ്റ്റെല്ലർ പെർഫോമൻസ്, ആ ഗോളൊക്കെ സ്റ്റാർ ഇൻ മേക്കിംഗ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഗോള്. പിന്നെ പുള്ളി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അമോറിമിനുള്ള എന്തോ മോർസ് കോഡാണ്, കൂറ്റം തെറിയിരിക്കുന്നു എനിക്ക് തോന്നുന്നത്. അയാൾ ലിറ്ററലി ഒന്ന് പറഞ്ഞായിരുന്നു അവൻ്റെ എന്താ പറയുക, അവന് ഈസ് നോട്ട് ഗുഡ് ഇനഫ് എന്ന് വരെ ഒന്ന് പറഞ്ഞായിരുന്നു. ഒരു കാലത്ത് അവൻ ബ്രൺഫോർഡിലോട്ടോ എവിടെയോട്ടോ ഈ വേൾഡ് കപ്പ് ഇയർ ആയതുകൊണ്ട് അവന് മിനിറ്റ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെയാണ്. ഈവൻ അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഫ്യൂച്ചർ പോലും അൺസർട്ടൻ ആയിട്ടുള്ളൊരവസ്ഥ വരെ വന്ന സ്ഥലത്തു നിന്നാണ്. സോ ഇതാണ് ഞാൻ പറയുന്നത്. ഇവിടെ കാരിക്കിൻ്റെ എന്താ പറയുക, കാരിക്കിനെ ഇവിടെ വേണ്ട എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, ഇല്ലായിരിക്കുന്നില്ല. അപ്പോൾ ഞാൻ അവരെ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാനേജറിൻ്റെ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻ മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എത്ര വലിയ ടാക്ടീഷ്യൻ ആയിക്കോട്ടെ, മാൻ മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് മെയിനും അത് കഴിഞ്ഞൊന്ന് പറഞ്ഞത് അതാണ്, വിൽ ഡൈ ഫോർ ഹിം എന്നുള്ളത്. അതായത് ഒരു പ്ലെയറിൻ്റെ ഏറ്റവും ബെസ്റ്റ് എടുക്കേണ്ട രീതിയിൽ ആ പ്ലെയറിനെ കളിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ മാനേജറും ചെയ്യേണ്ടത്. അതല്ലാതെ ഞാൻ വലിയ ടാക്ടീഷ്യനാണ്, എനിക്ക് 10 കല്ലുകളെ കിട്ടിയാലും ഞാൻ ഔട്ട്ഫീൽഡിൽ അടിപൊളിയായിട്ട് കളിക്കും എന്നുള്ള അഹങ്കാരം വെച്ചിരിക്കാതെ ഉള്ള പ്ലെയേഴ്സിനെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ചെയ്യാനാണ് നിങ്ങൾ ചിലപ്പം വൈബ്സ് എന്നോ മൊമെൻറ്റ്സ് എന്നൊക്കെ. മൊമെൻറ്റ്സാണ്, ഒരു മൊമെൻ്റാണ് അവൻ അടിച്ചതിന്, പക്ഷേ അവനെ ആ അടിക്കാനുള്ളൊരു കോൺഫിഡൻസിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഈയിടെ ഞാനൊരു ഫുട്ബോൾ ഗ്രൂപ്പിൻ്റെ ഭാഗമൊക്കെയാണ്, യുണൈറ്റഡ് ഗ്രൂപ്പിൻ്റെ. അപ്പോൾ അതിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് മെയിൻ ഷോട്ട് എടുക്കാറൊന്നുമില്ല, മെയിൻ ഡ്രിബിൾ ചെയ്യാറൊന്നുമില്ല. അതിൽ 2 കളി തന്നെ മെയിൻ രണ്ടും കാണിച്ചതാണ്. അതിന് മുന്നേ ആൾക്കാരൊക്കെ ഈ വൂൾസിൻ്റെ കൂടെയുള്ള ലാസ്റ്റ് മിനിറ്റ് ഗോളൊക്കെ മറന്നു എന്ന് തോന്നുന്നു. അപ്പം അത്ര ലോ ഓഫ് കോൺഫിഡൻസും പിന്നെ റസ്റ്റി ആയിട്ടുള്ള പ്ലെയർ ഇപ്പം വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ്, നമ്മുടെ പ്രൊജക്റ്റിലെ വൺ ഓഫ് ദ ബിഗസ്റ്റ് പാർട്ടാവുക എന്ന് പറയുന്നത് മാൻ മാനേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റിയാണ്. പിന്നെ എപ്പോഴും നമ്മൾ ഇത്രയും പ്രാവശ്യം എത്ര ആയാലും നമ്മൾ പഠിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. ഇനി എൻ്റെ ഒരു മൈൻഡിൽ ടാക്ടീഷ്യൻസ് ഒരുപാട് വന്നു. ടാക്ടിക്സ് ആവില്ല, കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ ടാക്ടിക്സ് ആവില്ല ചിലപ്പോൾ നമുക്ക് വേണ്ടത്. നമുക്ക് ഈ വൈബ്സ് എന്ന് പറയുന്ന സാധനം എന്താണെങ്കിലും അതായിരിക്കും ചിലപ്പോൾ വേണ്ടത്. സോ ഇത് തന്നെ പറഞ്ഞു തുടങ്ങാം. കാരിക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ആൾക്കാർക്ക് പ്രശ്നമുണ്ട്, കൺവിൻസിംഗ്ലി അല്ല ജയിക്കുന്നതെന്നൊക്കെ എല്ലാം എനിക്കറിയാം. ഓക്കെ, പക്ഷേ ഒരു എലീറ്റ് മാനേജർ വന്നിട്ടില്ലെങ്കിൽ ഞാൻ കാരിക്കിന് തന്നെ ജോബ് കൊടുക്കും. എലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗൽസ്മാൻ പോലും ഞാൻ അതിൽ പെടുത്തുന്നില്ല. അത്രയ്ക്ക് എലീറ്റ് ആയിട്ടുള്ളൊരു മാനേജർ, അതായത് ലൂയിസ് എൻട്രിക്കെ പോലെ ആ ലെവൽസിലുള്ള ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അടിച്ചിട്ടുള്ള ഒരു മാനേജർ ആണെങ്കിൽ ഐ വുഡ് ഗോ ഫോർ ഇറ്റ്. അല്ലെങ്കിൽ കാരിക്കിന് തന്നെ ഞാൻ കൊടുക്കും. ഈ മെയിൻലി ഫോർ ദിസ് തിങ്, മാൻ മാനേജിങ്. പിന്നെ അതിനേക്കാളും വലിയ ക്വസ്റ്റ്യനാണ് ഈ കസമീറോനൊക്കെ ആരെ വെച്ച് റീപ്ലേസ് ചെയ്യുമെന്നുള്ളത്. എലിയറ്റ് ആൻഡേഴ്സൺ എന്നും പല പേരുകളും നമ്മൾ പറയുന്നുണ്ട്. നമുക്കൊന്നും കിട്ടിയതും പോരാ, പഠിക്കില്ല നമ്മളാരും. പിള്ളേരെ ഒന്നും കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നെക്സ്റ്റ് ബിഗ് തിങ്സിനെ കൊണ്ടുവന്നാൽ അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഇത്തവണ തന്നെ ഈ ഷെഷ്കോ ഒക്കെ ഗോൾ അടിച്ചതിൻ്റെ ഭാഗ്യം, അത് കൃത്യമായിട്ട് നമ്മൾ ആ എൻവയോൺമെൻറ്റ് മാനേജ് ചെയ്തുകൊണ്ട് ഷെഷ്കോ ഇത്രയൊക്കെ അടിച്ചു. എന്നിട്ടും കുറേ മണ്ടന്മാർ ഗ്യോക്കറസ് ഗ്രേറ്റർ ദാൻ ഷെഷ്കോ എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. ഗ്യോക്കറസ് 28 വയസ്സുള്ള പ്രൈമിലായിരിക്കേണ്ട ഒരു സ്ട്രൈക്കറാണ്. അവനെ വെച്ചൊരു 21-22 വയസ്സുള്ള ഒരു ചെറുക്കനെ വെച്ച് എങ്ങനെ കമ്പയർ ചെയ്യുന്നത്? സോ 10 കൊല്ലത്തിന് ശേഷം നമ്മൾ ലിവർപൂളിനെ ഹോമിലും എവേയിലും തോൽപ്പിച്ചിരിക്കുകയാണ്. ഇത് എന്ന് പറയുന്നത് അതും അവരുടെ ഏറ്റവും വലിയ സ്പെൻഡിങ് നടന്നിട്ടുള്ള കൊല്ലത്തിലും കൂടെ ആലോചിച്ച് നോക്കുക. അപ്പോൾ ദാറ്റ് സംസ് അപ്പ് യുണൈറ്റഡ്. പണ്ടത്തെ യുണൈറ്റഡ് ഇത് തന്നെയായിരുന്നു. നമ്മൾ സ്പെൻഡിങ്ങിൻ്റെ ഒന്നുമല്ല, ഫുട്ബോൾ ക്ലബ്ബ് നന്നായിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന സ്പെൻഡിങ് മാത്രം കൊണ്ടൊന്നുമല്ല. അപ്പം അതൊരു ഐറണിയാണ്. അവർ ലിവർപൂൾ സ്പെൻഡ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല, സ്പെൻഡ് ചെയ്ത കൊല്ലമാണ് നമ്മൾ ഡബിൾ അടിച്ചവർക്കെതിരെ. സോ ദാറ്റ്സ് ഇറ്റ്. തേർഡ്, നമ്മൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ കാര്യം പറയുന്നില്ല, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞതാണ് അത് സെക്യൂർഡ് ആണ് ഏകദേശം. മാത്തമാറ്റിക്കലി ഇപ്പം സെക്യൂർഡ് ആണേ ഉള്ളൂ, അതെന്തായാലും സെക്യൂർഡ് ആവുമല്ലോ. അപ്പോൾ പിന്നീട് എനിക്ക് ജസ്റ്റ് ഫസ്റ്റ് ഹാഫൊക്കെ നമ്മൾ സൂപ്പറായിട്ട് കളിച്ചു. അതായത് അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ ഇല്ലായിരുന്നു. ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു ലിവർപൂൾ ഫിക്സ്ചർ ഒരു ടെൻഷനും കൂടെ ആയിരുന്നു കാണുന്നത്. എൻജോയ് ചെയ്ത് കാണുക ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്ക് ഇവന്മാർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കം കളയണമെന്ന് പറയുന്ന പോലെ ചുമ്മാ നമ്മളായിട്ട് കൊടുത്ത 2 ഗോള്, അല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് വലിയ ത്രെട്ടൊന്നുമില്ല. നമ്മൾ കൺവിൻസിംഗ്ലി ജയിച്ചില്ല എന്ന് പറയുന്നവർക്കൊക്കെ മിണ്ടാതിരിക്കാം. കാര്യം ഫസ്റ്റ് ഹാഫ് ഫുള്ള് നമുക്ക് എന്തുമാത്രം ചാൻസ് ആയിരുന്നു. ബ്രൂണോയ്ക്ക് എന്തായാലും ഒരു അസിസ്റ്റ് ഇന്ന് കിട്ടണ്ടായിരുന്നു. കസമീറോടെ ഒക്കെ ഒരു ഫ്രീ ഹെഡർ ഉണ്ടായിരുന്നു.
അപ്പോൾ ഒരുപാട് ചാൻസ് നമ്മളുണ്ടാക്കി ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ 2 ഊള മിസ്റ്റേക്കുകൾ. അത് സെൻ ലാമൻസ് മിസ്റ്റേക്കാണ്. സെൻ ലാമൻസിൻ്റെ ആദ്യം എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ആദ്യത്തെ ഗോൾ എറർ ലീഡിങ് ടു ഗോളാണെന്ന് തോന്നുന്നു ഈ സീസണിൽ, 35 കളിയായ സീസണിൽ. അപ്പം അതൊക്കെ മോശം ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു. അവിടെ നിന്ന് അവർക്ക് കളി കിട്ടി. പിന്നീട് കൂടുതലും അവരാണ് കളിച്ചത്. പിന്നെ അണ്ടിൽ മെയിനു ഗെയിം, അതായത് മെയിനുവിൻ്റെ ഗോൾ വരുന്നതിന് ഒരു 3-4 മിനിറ്റ് മുന്നോട്ട് നമ്മൾ വീണ്ടും കളി തുടങ്ങി. അതിനുശേഷം വി സീഡ് ദ ഗെയിം ഓഫ്. അവരങ്ങനെ ഭയങ്കര കൺവിൻസിംഗ്ലി ആകെ ഒരു വാൻഡേക്കിൻ്റെ ആരുടെ ഹെഡർ സെൻ ലാമൻസ് ഗോൾ ലൈൻ സേവ് ചെയ്തതല്ലാതെ വലുതായിട്ട് അവർ ബോദർ ചെയ്തേ ഇല്ല. പിന്നെ കോഡി ഗാക്പോ എന്ന് പറയുന്നവനെ എങ്ങനെയെങ്കിലുമൊക്കെ, കോഡി ഗാക്പോ എന്ന് പറയുന്നവനെ ലിവർപൂൾ ഫാൻസ് തന്നെ തെളിവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലൂയിസ് ഡിയാസിനെയൊക്കെ അവൻ്റെ വിലയൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ട് ലിവർപൂൾ ഫാൻസ് വരെ തെളിവിച്ചുകൊണ്ടിരിക്കുന്ന സീസണിലായ പോലും അവൻ എന്തായാലും നമുക്കെതിരെ അടിക്കും. അങ്ങനെ അടിച്ച്. സോ 2-2 ആയി. അത് കഴിഞ്ഞ് മെയിനുവിൻ്റെ ഗോൾ, അതൊക്കെ നിങ്ങൾ കണ്ടതാണ്. അതിൽ പക്ഷേ എനിക്ക് ആഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോഴും ഡാലോനെയും ഷോവിനെയും പറ്റിയുള്ള ആൾക്കാരുടെ ചർച്ചകളാണ്. അതായത് ഷോ എന്ന് പറയുന്ന ആളെ ഒക്കെ വിടുക. നമ്മളിപ്പോൾ എന്തായാലും ചാമ്പ്യൻസ് ലീഗ് സെക്യൂർ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് കിട്ടാവുന്ന ലാസ്റ്റ് ട്രോഫി എന്ന് പറയുന്നത്, നമ്മുടെ എക്സൈറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ബ്രൂണോയുടെ 21 അസിസ്റ്റ് അല്ലെങ്കിൽ 20 അസിസ്റ്റ് എന്ന് പറയുന്ന സാധനമാണ്. അത് തന്നെ ഇപ്പം ഇന്നത്തെ കളിയിൽ ബ്രൂണോ വാസ് സോ ഫ്രസ്ട്രേറ്റിംഗ് ടുവേർഡ്സ് ദ എൻഡ്. എനിക്ക് ദേഷ്യം വന്നു. ഒരാവശ്യമില്ലാത്ത രീതിയിലൊക്കെ കണ്ടില്ല. ഇപ്പോൾ ഒരു ടാക്കിളൊക്കെ കൊടുത്ത് റെഡ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ പേടിച്ചു. ഇപ്പോൾ റെഡ് കിട്ടുമ്പോൾ നോക്കിയപ്പോഴത്തേക്ക് 3 സ്ട്രൈറ്റ് റെഡ് കിട്ടിയാൽ 3 മാച്ച് ഓഫ്. അതായത് കളി തീർന്നു, സീസൺ തീർന്നു, 19 അസിസ്റ്റ് തീർന്നേനെ. പിന്നെ ആ യെല്ലോ കിട്ടിയതിന് ശേഷം ഇവൻ നിർത്തണ്ടേ? ഇവൻ ചുമ്മാ റഫറി എടുത്ത് ചൂടാവുന്നു, അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, കാല് വെക്കുന്നു. എനിക്ക് പേടിച്ച് അവസാനം ഭാഗ്യത്തിന് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഇതൊക്കെ മാറ്റണം. എനിക്കൊന്ന് ബ്രൂണോയ്ക്ക് എങ്ങനെയെങ്കിലും ആ റെക്കോർഡ് ലിവർപൂളിൻ്റെ കൂടെ തന്നെ നേടണം എന്നുള്ളതുകൊണ്ടായിരിക്കും ഇത്ര ഫ്രസ്ട്രേഷൻ. സോ വാട്ട് എവർ ഇറ്റ് മേ ബി. പറഞ്ഞു വന്നത് ഈ ലൂക്ക് ഷോ. അപ്പോൾ കളി എന്ന് പറയുന്നത്, അപ്പോൾ നമ്മുടെ സീസൺ എന്ന് പറഞ്ഞ ഇതുമായിട്ട് ഒതുങ്ങി. അപ്പോൾ ലൂക്ക് ഷോയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്തായാലും നമുക്ക് സെക്യൂർഡായി ചാമ്പ്യൻസ് ലീഗ്. ലൂക്ക് ഷോ അടുത്ത സീസൺ പോകും. അത് മാത്രമല്ല ലെഫ്റ്റ് ബാക്ക് എന്ന് പറയുന്ന ഒരു പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു പൊസിഷനാക്കിയിട്ട് നമ്മുടെ ബോർഡ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം വീണ്ടും ഈ ലൂക്ക് ഷോനെ പറ്റി, ലൂക്ക് ഷോ അന്ന് പറയും എൻജോയ്ഡ് അല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യമില്ല. ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് സ്റ്റാർട്ട്സ്, എത്ര സ്റ്റാർട്ട്സ് നടത്തിയെന്നുള്ളതാണ്. 35 സ്റ്റാർട്ട്സാണ് ലൂക്ക് ഷോ നടത്തിയത്. ഡിഫൻസ് ലൈനിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പല പേരുകളും ഞാൻ പറഞ്ഞുതരാം. ഡിഫൻസ് ലൈനിൽ ലൂക്ക് ഷോ 35 സ്റ്റാർട്ടാണ് നടത്തിയത്. അതായത് എല്ലാ കളിയും സ്റ്റാർട്ട് ചെയ്തു ലൂക്ക് ഷോ. ഓൾമോസ്റ്റ് 2000 മിനിറ്റ്സ് അങ്ങാണ്ട് കളിച്ചിട്ടുണ്ട്. സോ 2000 അല്ല, ഓൾമോസ്റ്റ് 3000 മിനിറ്റ്സ് കളിച്ചിട്ടുണ്ട് ലൂക്ക് ഷോ. അത് കഴിഞ്ഞിട്ട് 28 സ്റ്റാർട്ട്സുള്ള ഡാലോ. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഡാലോയുടെ ലാസ്റ്റ്, അത് ഞാനാണെങ്കിൽ ചിരിച്ചു, ലാസ്റ്റ് ഒരു ചാൻസ് കിട്ടി അടിച്ചോളാം. പക്ഷേ ഡാലോ. പക്ഷേ ഡാലോനെ വിൽക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഡാലോയ്ക്ക് പകരം നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന മസറായി ഈ സീസണിൽ 9 കളിയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 35 കളിയുള്ള വേറെ ഒരു കോമ്പറ്റീഷനിലും നമ്മളില്ലാത്ത ഒരു സീസണിൽ 9 കളിയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ടേക്ക് അവേ ആഫ്കോൺ. എന്നാലും ഹീ ഈസ് നോട്ട് അറ്റ് ഓൾ ഫിറ്റ് ഇനഫ് ടു ബി ഇൻ ദ ടീം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാലോട്ടിനെ ഒരിക്കലും കളയരുതെന്ന് ഞാൻ പറയും. ഡാലോട്ടിനെ ബെഞ്ച് ചെയ്തിട്ട് ഫസ്റ്റ് ടീമിൽ കൊണ്ടുവരാൻ ക്വാളിറ്റി ഉള്ള ഒരു റൈറ്റ് ബാക്കിനെ കൊണ്ടുവരണം. അല്ലാതെ ഡാലോട്ടിൻ്റെ ഉത്തരം മസുറായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്പിയിട്ടൊരു കാര്യമില്ല. ആഴ്ചയിൽ ഒരു കളി മാത്രം വരുന്ന നമ്മൾ, എന്നിട്ട് പോലും ഫിറ്റായിട്ടിരിക്കാൻ പറ്റാത്തമാരാണ് ഇവന്മാർ. ലൂക്ക് ഷോ 35 കളി സ്റ്റാർട്ട് ചെയ്തു, ഡാലോ 28 കളി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടുള്ള ഡിഫൻഡർ ആരെന്നറിയോ? ലെനിയോറോ 18 കളി. അത് കഴിഞ്ഞ് മഗ്വയർ 16 കളി, ഡോർഗു 14 കളി. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു റീസൻസി ബേസിൽ പറഞ്ഞുതരാം. ഡോർഗു ഇത്ര കാലം ഇഞ്ചോർഡ് ആയിരുന്നു, എന്നിട്ട് പോലും അവന് 14 സ്റ്റാർട്ടുണ്ട്. എന്നിട്ടാണ് നിങ്ങളുടെ ഡിലിറ്റ് 13 കളിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. 38 കളിയുള്ള സീസണാണ്. ഇനി തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ ലിസാൻഡ്രോ മാർട്ടിനസ് 10 കളി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. 10 കളി. 35 കളി ഇപ്പം നടന്ന സീസൺ ആണെന്ന് ആലോചിക്കുക. ലിസാൻഡ്രോ മാർട്ടിനസിനേക്കാളും കൂടുതൽ സ്റ്റാർട്ട് ആർക്കുണ്ടെന്നറിയോ? എയ്ഡൻ ഹെവൻ. ഓക്കെ, ലിസാൻഡ്രോയ്ക്ക് 10, മധുറയ്ക്ക് 9. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളിരുന്ന് ചിന്തിക്കുക, ആരെയാണ് കളയേണ്ടത്? നിങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ ഗെയിമിൽ ഫിഫ കളിക്കുമ്പോഴത്തേക്കും ഓക്കെ, ഡിലിറ്റിന് ചിലപ്പോൾ 85 റേറ്റഡ് ആയിരിക്കാം, ഡാലോ ചിലപ്പോൾ 79 റേറ്റഡ് ആയിരിക്കാം, ലിച്ച ചിലപ്പോൾ 86 റേറ്റഡ് ആയിരിക്കാം. അവിടെ നിങ്ങൾക്ക് എല്ലാ ദിവസവുമാരെ കിട്ടും കളിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. പക്ഷേ ഇത് പ്രാക്ടിക്കൽ സിനാരിയോ ആണ്. ഇത് വളരെ വലിയൊരു കാര്യമാണ്. ബിക്കോസ് വി ആർ ഗോയിങ് ടു പ്ലേ ചാമ്പ്യൻസ് ലീഗിൽ 8 കളികളാണ്. അതിൽ 24 എത്തിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് 8 എത്തിക്കഴിഞ്ഞാൽ നോക്കൗട്ടില്ല. എന്നാൽ പോലും 10 കളി മിനിമം ഉണ്ട് നമുക്ക്. ആ 24 കയറാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. 10 കളി ചാമ്പ്യൻസ് ലീഗിലും നിങ്ങളുടെ FA കപ്പും കാരബാവ് കപ്പും 38 കളിയുള്ള പ്രീമിയർ ലീഗ് സീസണും കളിക്കേണ്ടതാണെന്ന് ആലോചിക്കുക ഈ ടീമിനെ വെച്ചുകൊണ്ട്.
നമ്മുടെ ഡിഫൻസീവ് ലൈനിൽ ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ഇല്ലാത്ത CB പാർട്ട്ണർഷിപ്പുകൾ ഭയങ്കര പ്രശ്നമാണ്. നിങ്ങളെപ്പോഴും ആഴ്സണലിനെ നോക്കുക, സലീബ ഗബ്രിയൽ പാർട്ട്ണർഷിപ്പ് ഫിറ്റായിട്ട് എത്ര കളികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്കൊരു ഡിഫൻസീവ് എന്താ പറയുക ഒരു സോളിഡിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഭയങ്കര രീതിയിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എനിക്ക് ഇതിൽ ഉൾക്കൊണ്ടുവരുന്നത്. സ്റ്റിൽ ബ്ലെയിമിങ് ഡയലോഗ് ഷോ ഫോർ എവറിത്തിങ്. ഐ ഡോണ്ട് അവർ ദർ ഓൾസോ ദ റീസൺ ദാറ്റ് വി ആർ ഗോയിങ് ടു ദ ചാമ്പ്യൻസ് ലീഗ് നെക്സ്റ്റ് ഇയർ. അവർ രണ്ടുപേരും ഇല്ലായിരുന്നു ആരെ പിടിച്ച് കളിപ്പിക്കുന്നത്, അക്കാഡമിയിലെ പിള്ളേരെ പിടിച്ചോ. സോ ദാറ്റ്സ് ഇറ്റ്. കുഞ്ഞയുടെ ഗോൾ കൊള്ളായിരുന്നു, അതായത് കുഞ്ഞയുടെ അറ്റാക്കിങ് ഇൻറ്റൻ്റൊക്കെ കൊള്ളായിരുന്നു. ആൻഡ് എംബോമോ അമാദ് സംതിങ് ഈസ് ഹാപ്പനിങ് ടു ദം. ഹോപ്പ്ഫുള്ളി നമ്മളധികം ക്രിറ്റിസിസം ഒന്നും ചെയ്യാതെ ഹോപ്പ്ഫുള്ളി രണ്ടുപേരും ഒരേ പ്രൊഫൈലുള്ള പ്ലേയേഴ്സാണ്. അതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ടെൻഷൻ. ആ മണ്ടൻ അമോറിമാണ്, അമോറിം പറഞ്ഞ അമോറിം ഹെഡ് കോച്ചാണ്, അത് വേറെ കാര്യം. പക്ഷേ ഇത് രണ്ടും ഒരേ പ്രൊഫൈൽ പ്ലേയേഴ്സാണ്. അതൊരു പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നുന്നു, അക്കോർഡിംഗ് ടു മീ. അതിൽ അമാദിനെ ആണെങ്കിൽ റൈറ്റ് വിങ് ബാക്ക് ഇട്ട് കളിപ്പിച്ച് എനിക്കറിയില്ല, സംതിങ് ആസ് ഹാപ്പൻ. ഞാൻ അധികം സംസാരിക്കുന്നില്ല അതിൽ. എംബോമോ ടച്ചൊക്കെ ഭയങ്കര വിയേർഡാണ്. പക്ഷേ ഹോപ്പ്ഫുള്ളി അവർ തിരിച്ചു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അവരെല്ലാം എന്നെ എന്താ പറയുക പ്രൂവ് മീ റോങ് ആകട്ടെ, അത് തന്നെ ആവട്ടെ. എനിക്കത് തന്നെയാണ് താല്പര്യവും. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ കമൻസ് അറിയിക്കുക. ഇലക്ഷൻ റിസൾട്ടുകൾ ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ